ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും കാറ്റത്തെ കിളിക്കൂടിന്റെ നാളത്തെ എപ്പിസോഡ് റിവ്യൂയിലേക്ക് സ്വാഗതം. ഈ റിവ്യൂ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്തും സബ്സ്ക്രൈബ് ചെയ്തും സപ്പോർട്ട് ചെയ്യണേ. മദ്യക്കുപ്പിയുമായി ബീച്ചിൽ ഒഴിഞ്ഞു മാറിയിരിക്കുന്ന ഭാസ്കറിനെ കാണുകയാണ് രണ്ട് പോലീസുകാർ. അവർ ഭാസ്കറിനെ ചോദ്യം ചെയ്യുകയും സുഭാഷിന്റെയും നികേഷിന്റെ അരികിലേക്ക് കൊണ്ടുവരികയുമാണ്. കുറച്ചപ്പുറത്തായിരുന്ന സുധീഷും നിധിയും കൂടി സംസാരിക്കുന്നു. സുധീഷ് പറയുന്നു, നിധിയെ കാണാൻ നല്ല ഭംഗിയുണ്ട്. അതെനിക്ക് അറിയാലോ എന്ന് നിധി പറയും. സുധീഷ് ചോദിക്കുന്നു, നിധി ഇങ്ങനെ എല്ലാവരും കൂടെ ബീച്ചിൽ വന്നത് നിധിക്ക് ഇഷ്ടപ്പെട്ടോ? അപ്പൊ നിധി പറയണേ, ഞാൻ ഇവിടെ വന്നിട്ട് 4 മാസമായി. ഇപ്പോഴാ ആദ്യമായിട്ട് നമ്മൾ കുടുംബമായി എവിടെയെങ്കിലും പോകുന്നത്. അങ്ങനെ അവർ സംസാരിച്ചിരിക്കുമ്പോൾ പോലീസുകാർ ഭാസ്കരനെയും കൂട്ടി സുഭാഷിന്റെ അരികിലേക്ക് വരികയാണ്. സുഭാഷും നികേഷും ഞെട്ടി ഭാസ്കറിന്റെ അരികിലേക്ക് ഓടിച്ചെല്ലുമ്പോൾ പൊതുസ്ഥലത്ത് മദ്യപിച്ചതിന്റെ പേരിൽ ഭാസ്കറിനെ അറസ്റ്റ് ചെയ്യാൻ പോവുകയാണെന്ന് പറയുകയാണ് കോൺസ്റ്റബിൾ. ഇത് കിട്ടി ഞെട്ടി മുഖത്തോട് മുഖം നോക്കുകയാണ് സുഭാഷും നികേഷും. സോറി സാറിന് സുഭാഷ് പറയുമ്പോൾ കോൺസ്റ്റബിൾ ചോദിക്കുകയാണ്, എന്ത് സോറി? പ്രായത്തിനത്തെ പക്വത വേണ്ടേ? പൊതുസ്ഥലത്തിരുന്നാണോ മദ്യപിക്കുന്നത്? അപ്പൊ സുഭാഷ് പറയുകയാണ്, സർ അച്ഛൻ ഞങ്ങളുടെ ഒപ്പം ഉണ്ടായിരുന്നു. അച്ഛനിത് അറിഞ്ഞോണ്ട് ചെയ്തതല്ല. ഞാൻ അച്ഛനെ പറഞ്ഞ് മനസ്സിലാക്കിക്കോളാം. ഇത്തവണത്തേക്കൊന്ന് ക്ഷമിക്കണം. അങ്ങനെ പോലീസുകാരുടെ മുന്നിൽ അപേക്ഷിക്കുകയാണ് സുഭാഷ്. തുടർന്ന് സുധീഷ് പറയുന്നു, നിധി എനിക്കൊരു കാര്യം പറയാനുണ്ട്. പെട്ടെന്ന് നിധി കാണുകയാണ് പോലീസുകാരുമായി സംസാരിച്ചു നിൽക്കുന്ന സുഭാഷിനെയും നികേഷിനെയും ഭാസ്കറിനെയും. അയ്യോ പോലീസ്, സുധീഷെ വാന്ന് പറഞ്ഞ് നിധി അവരുടെ അരികിലേക്ക് ഓടിപ്പോകുമ്പോൾ ടെൻഷനോടുകൂടി പിന്നാലെ വരികയാണ് സുധീഷ്. ഇവരാരാണെന്ന് കോൺസ്റ്റബിൾ ചോദിക്കുമ്പോൾ സുഭാഷ് പറയുന്നു, ഇതെന്റെ അനിയനും ഭാര്യയുമാ. ഇതെന്റെ ഇളയ അനിയൻ നികേഷ്. ഇത് ഞങ്ങളുടെ അച്ഛനാ. കോൺസ്റ്റബിൾ പറയുകയാണ്, കുടുംബമായിട്ട് വന്നിരിക്കുകയാണല്ലേ? കൂടെ മരുമകളും ഉണ്ട്. എന്നിട്ടാണോ ഇങ്ങനെ മദ്യപിക്കുന്നത്? വിവരമില്ലേ നിങ്ങൾക്ക്? അച്ഛന് വേണ്ടി ഞാൻ മാപ്പ് ചോദിക്കുകയാണെന്ന് സുഭാഷ് പറയുമ്പോൾ കോൺസ്റ്റബിൾ പറയുകയാണ്, കുടുംബമായി വന്നതുകൊണ്ട് ഇത്തവണത്തേക്ക് ഞാൻ വിടുക. ഇനി ഞാൻ ഇങ്ങനെ കണ്ടാൽ ഇങ്ങനെ കൂട്ടിക്കൊണ്ട് വരില്ല. പബ്ലിക് ന്യൂസൻസിന് കേസ് എടുക്കും. അങ്ങനെ ഭാസ്കറിന് താക്കീത് കൊടുത്ത് പോലീസുകാർ അവിടെ വന്ന് പോകുമ്പോൾ സുഭാഷ് ഭാസ്കറിനെ വഴക്ക് പറയുകയാണ്, ഇത്രയും നേരം ഇവിടെ ഉണ്ടായിരുന്നല്ലോ, ഒരു 10 മിനിറ്റ് ആയതേ ഉള്ളൂ കാണാതായിട്ട്. അതിനുള്ളിൽ എവിടെ നിന്ന് നിങ്ങൾക്ക് മദ്യം കിട്ടി? ഭാസ്കരൻ പറയുകയാണ്, നീ എന്താടാ ഈ പറയുന്നത്? ഞാൻ ആർക്കും ശല്യം ഉണ്ടാക്കിയില്ലല്ലോ. ഞാൻ ഒഴിഞ്ഞു മാറിയിരുന്ന മദ്യപിക്കുകയല്ലായിരുന്നോ? ബീച്ചിൽ കുടിക്കാൻ പാടില്ലെന്ന ബോർഡൊന്നും വെച്ചിട്ടില്ലല്ലോ. പബ്ലിക് ന്യൂസൻസിന് കേസ് എടുക്കുമെന്ന്. ഞാൻ ഏത് പബ്ലിക്കിനെ ഡിസ്റ്റർബ് ചെയ്തേ? ഞാൻ കടലും കണ്ട് സന്തോഷമായിട്ട് കുടിക്കുകയല്ലായിരുന്നു. അത് അവന്മാർക്ക് ഇഷ്ടപ്പെട്ടില്ല. എന്നിട്ട് നീ അവരുടെ മുന്നിൽ അപേക്ഷിക്കാൻ പോയിരിക്കുന്നു. നിധി ചോദിക്കുന്നു, എന്തേ ചെയ്തത്? ബീച്ച് പോലെ ഒരു പബ്ലിക് പ്ലേസിൽ വന്ന് കുടിക്കുന്നത് ശരിയാണോ? ഇതൊക്കെ ബേസിക് ആയിട്ടുള്ള കാര്യമാണ്. ഇതിനൊന്നും ആരും ബോർഡ് വെക്കില്ല. വന്നു കടല് കണ്ടു, സമാധാനത്തോടെ കുറച്ചുനേരം ഇവിടെ ഇരുന്ന് സന്തോഷമായിട്ട് വീട്ടിൽ വെക്കൂടെ? ഇങ്ങനെ ഓരോ പ്രശ്നം ഉണ്ടാക്കി പോലീസുകാർ വരെ വന്നിരിക്കുന്നു. ഭാസ്കരൻ പറയുന്നു, ഞാൻ ബീച്ചിലേക്ക് വരുന്നെന്ന് നിന്നോട് പറഞ്ഞായിരുന്നു. നീ അല്ലേ എന്നെ വന്ന് വിളിച്ചത്? വന്നപ്പോ ഇങ്ങനെ സംസാരിക്കുന്നത് ശരിയാണോ? നിധി പറയുകയാണ്, വരാൻ ഇഷ്ടമല്ലെങ്കിൽ വരില്ല എന്ന് പറഞ്ഞൂടെ? വിളിച്ച ഉടനെ റെഡിയായിട്ട് ഇപ്പൊ എന്തോ പിടിച്ചു വരച്ചു കൊണ്ടുവന്നത് പോലെയാണല്ലോ സംസാരിക്കുന്നത്. ആദ്യമായിട്ട് കുടുംബമായി ബീച്ചിലേക്ക് വന്നിരിക്കുക. എല്ലാവരും സമാധാനത്തോടെ ഇരിക്കുകയല്ലായിരുന്നു. ആവശ്യമില്ലാത്ത പ്രശ്നങ്ങൾ ഉണ്ടാക്കി പോലീസുകാരെ വരെ ഇവിടെ എത്തിച്ചു. എന്തിനാ നിങ്ങൾ ഇങ്ങനെ മക്കളെ ഇങ്ങനെ ബുദ്ധിമുട്ടിക്കുന്നേ? ഇതൊക്കെ തെറ്റാണെന്ന് നിങ്ങൾക്ക് തോന്നുന്നില്ലേ? അപ്പൊ ഭാസ്കരൻ പറയുകയാണ്, ശരി, അതിനിപ്പോ എന്താ ചെയ്യേണ്ടത്? കടല് കണ്ട ഉടനെ കുടിക്കണമെന്ന് തോന്നി, അതാ കുടിച്ചേ. അപ്പൊ സുഭാഷ് പറയുന്നു, മതി, ഇനി എവിടെയെങ്കിലും വന്ന് കുടിക്കരുത്. മര്യാദയ്ക്ക് അവിടെ വന്നിരിക്കും. അങ്ങനെ ഭാസ്കറിന്റെ കയ്യിലിരുന്ന മദ്യക്കുപ്പി വലിച്ചെറിയുകയാണ് സുഭാഷ്. തുടർന്ന് എല്ലാവരും അവിടേക്ക് ഇരിക്കുമ്പോൾ ഭാസ്കരൻ കുറച്ചപ്പുറത്തായി നിൽക്കുകയാണ്. സുഭാഷ് പറയുന്നു, മോൾ അത് വിട്. അച്ഛൻ ഇനി എങ്ങോട്ടും പോയില്ല, ഇവിടെ തന്നെ നിന്നോളൂ. നികേഷ് പറയുകയാണ്, ഏട്ടത്തി അത് വിട്, പുതിയ കാര്യമൊന്നും അല്ലല്ലോ. തുടർന്ന് അവരെല്ലാവരും സന്തോഷത്തോടുകൂടി സംസാരിച്ചിരിക്കുകയാണ്. ബീഡി വരച്ച് ദേഷ്യത്തോടുകൂടി നിൽക്കുകയാണ് ഭാസ്കരൻ. നിധിയും മറ്റെല്ലാവരും ഭാസ്കരനെ ശ്രദ്ധിക്കുന്നു. എടാ സുധീഷ്, നീ അത് വിടെന്ന് സുഭാഷ് പതിയെ പറയുമ്പോൾ സുധീഷ് പറയുകയാണ്, സുഭാഷ് ഏട്ടാ, ഇപ്പോഴാ നിധി മനസ്സ് തുറന്ന് സംസാരിക്കാൻ തുടങ്ങിയത്. ഇയാൾ അതെല്ലാം നശിപ്പിച്ചു. ഇപ്പൊ കണ്ടില്ലേ ബീഡി വലിക്കുന്നു. സുഭാഷ് പറയുന്നു, നിങ്ങൾ അത് വിട. അങ്ങനെ അവർ വളരെ സന്തോഷത്തോടുകൂടി സംസാരിച്ചിരിക്കുകയാണ്. തുടർന്ന് എല്ലാവരും ബീച്ചിൽ നിന്നും പോകുന്നു. രാത്രി എല്ലാവരും ഓട്ടോയിൽ വീട്ടിലേക്ക് വരികയാണ്. വലിയൊരു ബീച്ച്, ഒരു ക്വാർട്ടർ അടിച്ച് വീട്ടിൽ കിടന്ന് ഉറങ്ങിയാ മതിയായിരുന്നു എന്ന് പറഞ്ഞ് ഭാസ്കരൻ ബെഡിലേക്ക് പോയിരിക്കുന്നു. സുധീഷ് പറയുകയാണ്, ഓരോന്ന് ചെയ്തു വെച്ചിട്ട് വന്നിരിക്കുന്ന കണ്ടില്ലേ? ഭാസ്കരൻ പറയുകയാണ്, ഇനി ആരെ വിളിച്ചാലും ഞാൻ ബീച്ചിലേക്ക് പോകില്ല. സുധീഷ് നിധിയോട് ചോദിക്കുന്നു, നിധി ഇയാളെ ബീച്ചിലേക്ക് കൂട്ടിക്കൊണ്ട് പോകണമെന്ന് നിധിയല്ലേ പറഞ്ഞത്? അപ്പൊ സുഭാഷ് പറയുകയാണ്, എടാ സുധീഷ്, നീ മിണ്ടാതിരിക്കുക. എന്തിനാ വെറുതെ നിധിയെ വഴക്ക് പറയുന്നത്? അവിടേക്ക് വന്ന് ഹരീഷ് ചോദിക്കുന്നു, എന്ത് പറ്റി സുധീഷ് ഏട്ടാ, എന്തിനാ ദേഷ്യപ്പെടുന്നത്? അപ്പൊ നികേഷ് പറയുകയാണ്, ഹരീഷ് ഏട്ടാ, എല്ലാവരും ബീച്ചിൽ സന്തോഷമായിട്ടിരിക്കുകയായിരുന്നു. ഇയാളെ ബീച്ചിലിരുന്ന് കുടിച്ചതിനാ പോലീസുകാർ പിടിച്ചു. ഞങ്ങളുടെ സന്തോഷം കൂടി ഇല്ലാതായി. ഇയാളെ എന്തിനാ ബീച്ചിലേക്ക് കൂട്ടിക്കൊണ്ട് പോയെന്നാ ഹരീഷ് ചോദിക്കുമ്പോൾ സുധീഷ് പറയണ, എല്ലാം നിധി കാരണോ? മാഡത്തിന്റെ വിചാരം വലിയ മദർ തെരേസയാണെന്ന്. ഇയാളെ നിർബന്ധിച്ച് കൂട്ടിക്കൊണ്ട് പോയതാ എല്ലാവരുടെ സമാധാനം കളയാനായി. അപ്പൊ സുഭാഷ് പറയണ, എടാ സുധീഷ്, ഒന്നും മിണ്ടാതിരിക്കടാ. ആ കുട്ടി എന്ത് തെറ്റാ ചെയ്തത്? നികേഷ് ചോദിക്കുന്നു, സുധീഷ് ഏട്ടാ, എന്തിനാ ഏട്ടത്തിയെ വഴക്ക് പറയുന്നത്? ഇയാൾ ഇങ്ങനെ ഇൻഡീസെന്റ് ആയിട്ട് പെരുമാറുമെന്ന് ഏട്ടത്തിക്ക് എങ്ങനെ അറിയാം? ഭാസ്കരൻ ചോദിക്കുന്നു, അത്ര വലിയ തെറ്റെന്താടാ ഞാൻ ചെയ്തത്? അപ്പൊ സുഭാഷ് പറയുകയാണ്, അച്ഛാ, നമ്മളെല്ലാവരും കുടുംബമായി പുറത്തു പോയതാണ്. കൂടെ ഒരു പെൺകുട്ടിയുണ്ട്. ഇങ്ങനെ ചെയ്തത് ശരിയാണോ? ആ കുട്ടി കുറച്ചു നേരം പോലും സന്തോഷമായിട്ടിരുന്നില്ല. അതിനുള്ളിൽ പോലീസുകാരുമായിട്ട് വന്ന് നിൽക്കുന്നു. എന്നിട്ടിപ്പം സ്വയം ന്യായീകരിക്കുന്നു. ഭാസ്കരൻ പറയുന്നു, ഒന്നും മിണ്ടാതിരിക്കടാ. ഞാൻ എന്ത് തെറ്റാ ചെയ്തത്? ബീച്ചിലാരും ഇതുവരെ കുടിച്ചിട്ടില്ലേ? കൊലക്കുറ്റം ചെയ്തതുപോലെയാണല്ലോ ഓരോരുത്തരായി ചോദ്യം ചെയ്യുന്നത്. അതേടാ, ഞാൻ കള്ളു കുടിച്ചു. ഞാൻ ഇല്ലെന്ന് പറഞ്ഞില്ലല്ലോ. ഞാൻ ആരോടെങ്കിലും വഴക്കുണ്ടാക്കാൻ പോയോ? ഞാൻ എന്റെ ഇഷ്ടത്തിന് കടലും കണ്ട് കള്ളു കുടിക്കുകയല്ലായിരുന്നു.
ആർക്കും ഒരു ശല്യം ഉണ്ടാക്കിയില്ലല്ലോ. സുധീഷ് പറയുന്നു ഇയാളെ ഞാൻ ഉണ്ടല്ലോ. അപ്പൊ നിധി പറയണ സുധീഷ് വേണ്ട. അപ്പൊ ഹരീഷ് പറയുന്നു ഏട്ടത്തി ഇയാളെ ഒരു കാര്യത്തിനും കൂട്ടരുത്, ഇയാളൊരു വേസ്റ്റാ. അപ്പൊ ഭാസ്കരൻ പറയണ അതെ ഞാൻ വേസ്റ്റാ, നീ 4 ജില്ലയുടെ കളക്ടർ അല്ലേ, ഇയാളെ ഞാനെന്നു പറഞ്ഞ് സുധീഷ് വളരെ ദേഷ്യത്തോടു കൂടി ഭാസ്കരന്റെ അരികിലേക്ക് വരുമ്പോൾ സുധീഷിന് തടയുകയാണ് സുഭാഷ്. നികേഷ് പറയുന്നു ഒന്ന് പോടോ, മര്യാദയ്ക്ക് പോകുന്ന നിങ്ങൾക്ക് നല്ലത്, അല്ലെങ്കിൽ തല്ലു വാങ്ങും. ഭാസ്കരൻ ചോദിക്കുന്നു തല്ലു വാങ്ങുന്നോ, നീ ഇപ്പൊ എന്താടാ പറഞ്ഞേ, പോടാന്നോ, എന്റെ വീട്ടിൽ നിന്നും എന്നോട് ഇറങ്ങി പോകാൻ പറയാൻ നീ ആരാടാ. സുഭാഷ് പറയുന്നു അച്ഛ ഒന്ന് വെറുതെ ഇരിക്ക്, ഹരീഷ് നീ നികേഷിനെ കൂടി അകത്തേക്ക് പോകും. ഭാസ്കരൻ പറയുന്നു പോകുന്ന നിനക്ക് നല്ലത്, അല്ലെങ്കിൽ ഞാൻ എന്തെങ്കിലുമൊക്കെ പറഞ്ഞു പോകും. ഹരീഷ് നികേഷിനെയും കൂടി അകത്തേക്ക് പോവുകയാണ്. സുധീഷ് പറയുന്നു എടോ ഒരു ദിവസം ഞാൻ തനിക്ക് വെച്ചിട്ടുണ്ട്. ഭാസ്കരൻ പറയുകയാണ് പോലീസുകാരോട് പറഞ്ഞാൽ മതിയായിരുന്നല്ലോ, എന്നെ അറിയില്ലാന്ന്. സുഭാഷ് ചോദിക്കുന്നു അച്ഛൻ നിർത്തില്ലേ, എന്തിനാ വീണ്ടും വീണ്ടും സംസാരിച്ച് പ്രശ്നം വലുതാക്കാൻ ശ്രമിക്കുന്നത്, നിങ്ങളെ ശരിക്കും അവിടെ തന്നെ വിട്ടിട്ട് വരണമായിരുന്നു, പോലീസുകാരുടെ കാല് പിടിച്ച് കൂട്ടിക്കൊണ്ട് വന്നതാ തെറ്റായി പോയത്. അപ്പൊ ഭാസ്കരൻ പറയുകയാണ് നിങ്ങൾ കാല് പിടിച്ചില്ലായിരുന്നെങ്കിലും പോലീസുകാർ എന്നെ ഒന്നും ചെയ്യില്ലായിരുന്നു, ഒരു രാത്രി പോലീസ് സ്റ്റേഷനിൽ ഇരുത്തിയിട്ട് എന്നെ പറഞ്ഞു വിട്ടേനെ, നല്ല പൊറോട്ടയും കറിയൊക്കെ കഴിച്ച് ഒരു രാത്രി കൊതുകടിയില്ലാതെ സമാധാനത്തോടു കൂടി കിടന്നുറങ്ങായിരുന്നു. സുധീഷ് പറയുന്നു സുഭാഷ് ഇയാള് പറയുന്ന കേട്ടില്ലേ. അപ്പൊ സുഭാഷ് പറയണേ നീ അത് വിടടാ, ഇത് കേട്ടാ തലവേദന എടുക്കും, നീ ഇങ്ങോട്ട് വാന്ന് പറഞ്ഞ് സുധീഷിനെയും കൂടി അകത്തേക്ക് പോവുകയാണ് സുഭാഷ്. വിളിച്ചോണ്ട് പോകുന്ന ഭാസ്കരൻ പറയുമ്പോൾ നിധി വളരെ ദേഷ്യത്തോടു കൂടി ഭാസ്കരനെ നോക്കുകയാണ്. അപ്പൊ ഭാസ്കരൻ ചോദിക്കുന്നു ഇനി നിനക്കെന്താ, നിന്നോട് നീ പ്രത്യേകം പറയണോ. അപ്പൊ നിധി പറയണ നിങ്ങളെ ബീച്ചിലേക്ക് കൂട്ടിക്കൊണ്ടു പോയത് എന്റെ തെറ്റാ, പാവം വീട്ടിൽ തനിച്ചിരിക്കുകയല്ലേ, നിങ്ങളെ കൂട്ടിക്കൊണ്ടു പോകാന്ന് വിചാരിച്ചത് എന്റെ തെറ്റ് തന്നെയാ. ഭാസ്കരൻ ചോദിക്കുന്നു നിന്നോട് ആരാ പറഞ്ഞത് എന്നെ ബീച്ചിലേക്ക് കൂട്ടിക്കൊണ്ടു പോകാൻ, എനിക്കെന്താ ബീച്ചിൽ പോകാൻ അറിയില്ലേ, അല്ലെങ്കിൽ ഞാൻ എന്താ ബീച്ച് കണ്ടിട്ടില്ലേ. അപ്പൊ നിധി പറയണ നിങ്ങൾ ബീച്ചിലേക്ക് പോയിട്ടില്ലെന്ന് ഞാൻ പറഞ്ഞില്ല, ഇങ്ങനെ കുടുംബമായിട്ട് ഏതെങ്കിലും ഒരു സ്ഥലത്ത് പോയിട്ടുണ്ടോ, ആ ശീലങ്ങളൊക്കെ തുടങ്ങണമെന്ന് തോന്നി, എങ്ങനെയെങ്കിലും ഈ കുടുംബത്തിലെ പ്രശ്നങ്ങളെല്ലാം മാറ്റണമെന്ന് തോന്നി, അതിന് നിങ്ങൾ സമ്മതിക്കില്ല, നിങ്ങളുടെ മക്കള് നിങ്ങളോട് ദേഷ്യപ്പെടുന്നതിൽ ഒരു തെറ്റുമില്ല. അപ്പൊ ഭാസ്കരൻ പറയണ ഇത് കുടുംബമാക്കുന്നതാണ് നിന്റെ ജോലി, അതിനാണല്ലോ നീ തക്കലയിൽ നിന്നും ഇങ്ങോട്ട് വന്നത്, ആദ്യം നീ ജീവിക്കാൻ നോക്ക്, ഇനി ഞാൻ നിങ്ങളെ എങ്ങോട്ടും വിളിക്കില്ല എന്ന് പറഞ്ഞ് നിധി അകത്തേക്ക് പോകാനായി തുടങ്ങുമ്പോൾ ഭാസ്കരൻ പറയണ ഇനി നീ വിളിച്ചാൽ ഞാൻ വരാനും പോകുന്നില്ല പോ. അങ്ങനെ അവിടേക്ക് ഇരുന്ന ഭാസ്കരൻ പറയണ കട അടച്ചു കാണും, ഇനി കള്ളു കുടിക്കാൻ എന്ത് ചെയ്യും. പിന്നീട് കാണിക്കുന്നത് രാവിലെ പുറത്തിരുന്ന് പഠിക്കുകയാണ് നികേഷ്. പുറത്തേക്ക് ഇറങ്ങി വന്ന സുധീഷ് സ്കൂട്ടറിലേക്ക് ഒന്ന് നോക്കിയിട്ട് സ്കൂട്ടറിന്റെ കീ എടുത്തോണ്ട് വന്ന് മുറ്റത്തൂടെ സ്കൂട്ടർ ഓടിക്കുകയാണ്. ലൈസൻസ് ഇല്ലാത്തതുകൊണ്ടാണ് വീടിനകത്ത് തന്നെ ഓടിക്കുന്നതെന്ന് നികേഷ് ചോദിക്കുമ്പോൾ അതേന്ന് പറയുകയാണ് സുധീഷ്. തുടർന്ന് അവിടേക്ക് വന്ന നിധി നികേഷിനോട് പഠിത്തത്തിന്റെ കാര്യങ്ങളൊക്കെ ചോദിക്കുന്നു. നല്ല മാർക്കോട് കൂടി പാസ്സാകുകയാണെങ്കിൽ താനൊരു ഗിഫ്റ്റ് തരുമെന്ന് നിധി പറയുകയാണ്. പെട്ടെന്ന് സുധീഷിനെ ശ്രദ്ധിക്കുന്ന നിധി ചോദിക്കുന്നു എന്താ നികേഷ് വീട്ടുമുറ്റത്തൂടെ വണ്ടി ഓടിക്കുന്നത്. അപ്പൊ നികേഷ് പറയുകയാണ് അറിയില്ല ഏട്ടത്തി, കുറെ നേരമായിട്ട് സുധീഷ് ഏട്ടൻ ഇങ്ങനെ റൗണ്ട് അടിച്ചോണ്ടിരിക്കുക. സുധീഷിനെ തടഞ്ഞെടുത്ത് നിധി ചോദിക്കുന്നു സുധീഷ് എന്തേ ചെയ്യുന്നേ. അപ്പൊ സുധീഷ് പറയുകയാണ് മോറടിക്കുന്ന നിധി, അതാ കുറച്ചേരം വണ്ടി എടുത്ത് ഓടിക്കാന്ന് കരുതി, അതിനിങ്ങനാണോ ചെയ്യുന്നതെന്ന് നിധി ചോദിക്കുമ്പോൾ സുധീഷ് പറയണ പിന്നെ അല്ലാതെ എന്ത് ചെയ്യും, റോഡിൽ ഓടിക്കാൻ ലൈസൻസ് ഇല്ലല്ലോ, അതാ വീട്ടുമുറ്റത്തൂടെ ഓടിക്കുന്നത്, ശരി ഞാൻ ഒരു റൗണ്ട് പോയിട്ട് വരാം ബൈ എന്ന് പറഞ്ഞ സുധീഷ് വീണ്ടും സ്കൂട്ടറുമായി മുന്നോട്ട് പോവുകയാണ്. നിധി ചോദിക്കുന്നു എന്താണ് നികേഷ് നിന്റെ ചേട്ടൻ ഇങ്ങനെയായി പോയത്. ചിരിച്ചുകൊണ്ട് നികേഷ് പറയുകയാണ് അത് അങ്ങനായി പോയി ഏട്ടത്തി, ഒന്നും ചെയ്യാൻ പറ്റില്ല. തുടർന്ന് സുധീഷ് വീടാനായി തുടങ്ങുമ്പോൾ നിധി പൊട്ടിച്ചിരിക്കുകയാണ്. അപ്പൊ സുധീഷ് ചോദിക്കുന്നു എന്തിനാ ചിരിക്കുന്നത്, ചെറുതാ എന്ന് വീഴാൻ തുടങ്ങി, ഇത് നിധിക്ക് വേണ്ടി വാങ്ങിയ വണ്ടിയല്ലേ, ഞാനെടുത്ത് ഓടിക്കാമല്ലോ അല്ലേ, ശരി നിധി എന്താ ഈ വണ്ടി എടുക്കാത്തെ. അപ്പൊ നിധി പറയുകയാണ് ഒരാഴ്ച കഴിയട്ടെ, അതിനുള്ളിൽ പഠിച്ചിട്ട് ഞാൻ തന്നെ ഓടിക്കും. അപ്പൊ സുധീഷ് അറിയണ ഓടിക്കും കാണാം. അപ്പൊ നിധി പറയണ ഞാൻ ഓടിക്കും സുധീഷ്. ചിരിച്ചുകൊണ്ട് സുധീഷ് പറയുന്നു നിധിയെ കൊണ്ട് അതിന് കഴിയില്ല, ഒരു ദിവസം പോലും നിധി ഈ വണ്ടി ഓടിക്കാൻ പോകുന്നില്ല, എനിക്ക് നന്നായിട്ട് അറിയാം. അപ്പൊ നിധി പറയണ എനിക്ക് ലൈസൻസ് ഇല്ല, ലൈസൻസ് കിട്ടിയാൽ ഞാൻ വണ്ടി ഓടിക്കും. അപ്പൊ സുധീഷ് പറയണ ലൈസൻസിന്റെ കാര്യമല്ല അത് ഞാൻ നോക്കിക്കോളാം, ലൈസൻസ് കിട്ടണമെങ്കിൽ വണ്ടി ഓടിക്കാൻ അറിയണ്ടേ, നിധിക്ക് വണ്ടി ഓടിക്കാൻ അറിയില്ലല്ലോ. അങ്ങനെ സുധീഷ് നിധിയെ പരിഹസിക്കുമ്പോൾ നികേഷ് പറയുകയാണ് സുധീഷ് ഏട്ടത്തി നന്നായിട്ട് വണ്ടി ഓടിക്കും. സുധീഷ് ചോദിക്കുന്നു ആര് നിന്റെ ഏട്ടത്തിയോ, ചുമ്മാ കോമഡി പറയാതെടാ, എത്ര നാളായി ഈ വണ്ടി ഈ മുറ്റത്തിരിക്കുന്നു, ഒരു ദിവസമെങ്കിലും തനിച്ച് വണ്ടി എടുത്ത് ഓടിച്ചിട്ടുണ്ടോ. വാങ്ങിക്കൊണ്ട് വന്ന അന്ന് ഭയങ്കര സന്തോഷത്തിൽ വണ്ടി എടുത്ത് ഓടിച്ചു, അതിനുശേഷം ഈ വണ്ടി കണ്ട ഭാവം പോലും ഇല്ല. നിധി ചോദിക്കുന്നു ഇപ്പൊ എന്താ ഞാൻ വണ്ടി ഓടിച്ചു കാണിച്ചാൽ ഞാൻ നന്നായിട്ട് വണ്ടി ഓടിക്കുമെന്ന് സമ്മതിക്കുമോ. സുധീഷ് പറയുന്നു എസ് ഉറപ്പായി ഞാൻ സമ്മതിക്കും. അപ്പൊ നികേഷ് പറയണേ ഏട്ടത്തി വണ്ടി ഒന്ന് ഓടിച്ചു കാണിക്കും. നിധി എങ്ങനെ ഓടിക്കാനാണെന്ന് സുധീഷ് ചോദിക്കുമ്പോൾ നിധി പറയണം വണ്ടിതാ ഞാൻ ഓടിച്ചു കാണിക്കാം. അപ്പൊ നികേഷ് പറയണ അങ്ങനെ പറയട്ടതി വണ്ടി ഓടിച്ചങ്ങോട്ട് കാണിക്കും. സ്കൂട്ടറിൽ നിന്ന് ഇറങ്ങി സുധീഷ് പറയുന്നു കയറിയിരിക്കും നിധി. സ്കൂട്ടറിലേക്ക് കയറിയിരുന്ന നിധി ടെൻഷനോടുകൂടി നികേഷിനെയും സുധീഷിനെയും നോക്കുകയാണ്. സുധീഷ് ചോദിക്കുന്നു എന്താ നിധി വണ്ടി ഓടിക്ക്, എനി ഹെൽപ്പ്. മടിയോടുകൂടി നിധി ചോദിക്കുന്നു എന്റെ പിന്നിലൊന്നിരിക്കുവോ. ഇത് കേട്ട് വിശ്വസിക്കാനാകാതെ സന്തോഷത്തോടുകൂടി സുധീഷ് ചോദിക്കുന്നു എന്നെയാണോ വിളിച്ചത്. അപ്പൊ നികേഷ് ചോദിക്കണ ഏട്ടത്തി ഞാൻ വന്നിരിക്കണോ. സുധീഷ് വളരെ ദേഷ്യത്തോടുകൂടി നികേഷിനെ നോക്കുമ്പോൾ നികേഷ് പറയുന്നു അതല്ല സുധീഷേട്ടാ ഞാൻ ഇവിടെ ഇരിക്കുന്നതുകൊണ്ട് എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്നാ ഞാൻ ചോദിച്ചേ. അപ്പൊ സുധീഷ് പറയുന്നു കൊന്നുകളയും ഞാൻ. നിധി ഞാൻ ഇരിക്കാം, എനിക്ക് വേറെ എന്താ ജോലിയുള്ളത്, ഞാൻ തന്നെ ഇരിക്കാം. അപ്പൊ നിധി പറയുന്നു എനിക്ക് തണിച്ചോടിക്കാൻ കുറച്ച് പേടിയുണ്ട്, അതുകൊണ്ടാ. ഒരു പ്രശ്നമില്ല ഞാൻ ഇരിക്കാന്ന് പറഞ്ഞ് സുധീഷ് സ്കൂട്ടറിലേക്ക് കയറാനേ തുടങ്ങുമ്പോൾ നിധി പറയുന്നു താങ്ക് യു സുധീഷ്. അപ്പൊ സുധീഷ് പറയുകയാണ് നിധി എന്നെ സ്കൂട്ടറിൽ കൊണ്ടുപോയി തള്ളിയിട്ട് കൈയും കാലും ഒടിഞ്ഞാലും എനിക്കൊരു പ്രശ്നമില്ല, ഞാൻ ഇരിക്കാം. ഇത് കേട്ട് നിധി മൂളുമ്പോൾ സന്തോഷത്തോടുകൂടി നിധിയെ തന്നെ നോക്കി സ്കൂട്ടറിന് പിന്നിലേക്ക് ഇരിക്കുകയാണ്
ഇരിക്കുകയാണ് സുധീഷ്. നിധി മുറ്റത്തൂടെ സ്കൂട്ടർ ഓടിക്കുമ്പോൾ വളരെ സന്തോഷത്തോടു കൂടി നിധിയുടെ പിന്നിലിരിക്കുകയാണ് സുധീഷ്. പുഞ്ചിരിച്ച അവരെ തന്നെ നോക്കിയിരിക്കുകയാണ് നികേഷ്. അതിനുശേഷം കാണിക്കുന്നത് നിധിയും നികേഷും സംസാരിച്ചുകൊണ്ട് റോഡ് സൈഡിലൂടെ പോകുമ്പോൾ അവരുടെ വഴി തടയുകയാണ് നീതുവിന്റെ ചേട്ടൻ അഖിൽ. നികേഷ് ചോദിക്കുന്നു, എന്തിനാ വഴി തടയുന്നത്, മാറി നിൽക്കങ്ങോട്ട്. അപ്പൊ അഖിൽ പറയുകയാണ്, ഇവന്റെ ദേഷ്യം കണ്ടില്ലേടാ. ഇത് കേട്ട് അഖിലിന്റെ ഫ്രണ്ട്സ് ചിരിക്കുന്നു. അപ്പൊ നിധി പറയുന്നു, നികേഷ് ഞാൻ ചോദിക്കാം, നിങ്ങൾക്ക് എന്താ വേണ്ടത്? അപ്പൊ അഖിൽ പറയുകയാണ്, എന്റെ അച്ഛനും അമ്മയും വീട്ടിലേക്ക് വന്നപ്പോൾ വലിയ വർത്താനം ആയിരുന്നെന്ന് കേട്ടു. ഞാൻ ആ വീട്ടിലല്ലേ താമസിക്കുന്നത്. നിങ്ങളുടെ മകൾ ഈ വീട്ടിൽ ജീവിക്കുന്നതിന് എന്ത് പ്രശ്നമുള്ളതെന്നൊക്കെ ചോദിച്ചില്ലേ? നീ താമസിക്കും. അതുപോലെ ഒരു വീട്ടിൽ നീ താമസിക്കുന്നത് നാട്ടുകാർക്ക് അത്ഭുതമാ. 80 വയസ്സുള്ള കിളവി പോലും ആ വീട്ടിൽ ഒരു രാത്രി താമസിക്കില്ല. പക്ഷെ നീ അവിടെ തന്നെ താമസിക്കുന്നില്ലേ, അത് വലിയ അത്ഭുതം തന്നെ. തടിമാട് പോലെ 5 ആണുങ്ങളുള്ള വീട്ടില് ഏതെങ്കിലും ഒരു പെണ്ണ് താമസിക്കുമോ? പക്ഷെ നീ താമസിക്കും. അപ്പൊ തന്നെ അറിയില്ലേ നീ എങ്ങനെയുള്ള പെണ്ണായിരിക്കുമെന്ന്. നികേഷ് പറയുന്നു, നിങ്ങൾ ആരോടാണ് ഇത് പറയുന്നേ? കൊന്നുകളയും ഞാൻ. അങ്ങനെ നികേഷ് അഖിലിന്റെ നേരെ വരുമ്പോൾ നികേഷിനെ പിടിച്ച് തള്ളുകയാണ് അഖിൽ. എടാ നികേഷ് എഴുന്നേക്കെന്ന് പറഞ്ഞ നിധി നികേഷിനെ പിടിച്ച് എഴുന്നേൽപ്പിക്കുമ്പോൾ അഖിൽ പറയുന്നു, കൊന്നുകളയും നിന്നെ ഞാൻ. ഒരാൾ ചോദിക്കുന്നു, ശരിക്കും ഈ പെണ്ണ് 5 ആണുങ്ങളുള്ള വീട്ടിലാണോ താമസിക്കുന്നത്? അഖിൽ ചോദിക്കുന്നു, നിനക്കറിയില്ലേ ഇവള് താമസിക്കുന്ന വീട്ടിൽ 5 ആണുങ്ങളാ. ഇവള് മാത്രമാണ് അവിടെ പെണ്ണായിട്ടുള്ളത്. ഇവന്റെ അച്ഛന്റെ പേരിൽ കൊലക്കേസൊക്കെ ഉള്ളതാ. അയാളും അയാളുടെ 4 മക്കളും കൂടി 5 ആണുങ്ങളാ അവിടെ താമസിക്കുന്നത്. എല്ലാം റൗഡികളാ. അങ്ങനെ ഒരു വീട്ടില് ഇവള് താമസിക്കുമായിരിക്കും. എന്റെ പെങ്ങളെ എങ്ങനാ അങ്ങനെ ഒരു വീട്ടിലേക്ക് പറഞ്ഞു വിടുക? നികേഷ് ചോദിക്കുന്നു, എന്താടാ പറഞ്ഞേ? എന്റെ ഏട്ടത്തിയെ കുറിച്ച് അനാവശ്യം പറയുന്നോടാ. നികേഷ് എന്ന് വിളിച്ച് നികേഷിന്റെ കയ്യിൽ കയറി പിടിച്ച് തടങ്ങിയ നിധി ചോദിക്കുന്നു, നാണോ ഇല്ല നിങ്ങൾക്ക് ഇങ്ങനെ മോശമായി സംസാരിക്കാൻ? വിദ്യാഭ്യാസം ഉള്ളവനല്ലേ നീ? ഇങ്ങനെ സംസാരിക്കാൻ നിനക്ക് നാണം തോന്നുന്നില്ലേ? അവരെല്ലാവരും റൗഡികളാണോ? അത് നീ കണ്ടായിരുന്നു? അഖിൽ ചോദിക്കുന്നു, അതിന് നേരിൽ കാണണോ? അതല്ല ഈ നാട്ടുകാർക്ക് അറിയാലോ. നിധി ചോദിക്കുന്നു, നാട്ടുകാർ പറഞ്ഞാൽ അത് സത്യമാകും. നിങ്ങളാ റൗഡികള്. റോഡിൽ കൂടെ തനിച്ചു പോകുന്ന പെൺകുട്ടിയെ തടഞ്ഞ് അനാവശ്യം പറയുന്ന നീയൊക്കെ തന്നെയാ റൗഡികൾ. എന്റെ വീട്ടിലുള്ളവരാരും ഒരു പെണ്ണിനോട് ഇങ്ങനെ അനാവശ്യമായി സംസാരിക്കാറില്ല. തരംതാണ രീതിയിൽ പെരുമാറാറുമില്ല. നിങ്ങളെല്ലാവരും റൗഡികൾ. അഖിൽ പറയുന്നു, മിണ്ടരുത്. നീ ഉറക്കെ പറഞ്ഞാൽ ഞാൻ പറഞ്ഞത് ഇല്ലാതാകൂ. ഈ നാട്ടിലെ ഏതെങ്കിലും ഒരു വീട്ടില് 5 ആണുങ്ങൾ മാത്രമുള്ള വീട്ടില് ഒരു പെണ്ണ് താമസിക്കുന്നുണ്ടോ? ആരുമില്ല. നീ ആ ഫസ്റ്റും ലാസ്റ്റും. അങ്ങനെ അവർ ഉറക്കെ ചിരിക്കുമ്പോൾ നികേഷ് ദേഷ്യത്തോടു കൂടി അവരുടെ അരികിലേക്ക് ചെല്ലുകയാണ്. നിധി പറയുന്നു, നികേഷ് വേണ്ട, ഞാനല്ലേ പറയുന്നത്. ഇവന്മാരെല്ലാം റൗഡികളാ. തരംതാണ് ചിന്തിക്കൂ. നീ വാ. ഏട്ടത്തി ഇവരെ എങ്ങനെ വെറുതെ വിടുക എന്ന് നികേഷ് ചോദിക്കുമ്പോൾ, വിടടാ നീ വാന്ന് പറഞ്ഞ് നികേഷിനെ പിടിച്ചു വലിച്ച് അവിടെ നിന്ന് കൊണ്ടുപോവുകയാണ് നിധി. നികേഷ് ദേഷ്യത്തോടു കൂടി അഖിലിനെ തിരിഞ്ഞു നോക്കുന്നുണ്ട്. ഈ സീരിയലിന്റെ കൂടുതൽ വീഡിയോസിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. താങ്ക്